ശ്രീ കെ സോമൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഈ ഗൂഡ്സ് ആൻഡ് സർവീസസ് പ്രൊക്യൂർമെൻറ്റ് കോൺട്രാക്റ്റ് നെ സംബന്ധിച്ചാണ് കർണാടകയിൽ ഇപ്പോൾ ഒരു പുതിയ ബിൽ വന്നിരിക്കുന്നത്. നേരത്തെ അവിടെ ഈ 4% സംവരണം എന്ന ആശയം കോൺഗ്രസ് മുന്നോട്ട് വച്ചിരുന്നതാണ്. കോൺഗ്രസ് ഇപ്പോഴും പറയുന്നത് അത് സ്വാഭാവികമായും അതിന് ഭരണഘടന പിന്തുണ കിട്ടിയില്ലെങ്കിൽ കൂടി അതിന് മുകളിലേക്ക് കോടതി വിധികൾ വരാം. അങ്ങനെ ഭരണഘടനയ്ക്ക് തന്നെ മാറ്റങ്ങൾ നിർദ്ദേശിക്കുന്ന തരത്തിൽ കോടതി വിധികൾ വന്നിട്ടുണ്ട് എന്ന് DK ശിവകുമാർ ചൂണ്ടിക്കാണിക്കുന്നു. ഇതോടൊപ്പം തന്നെ ഭാവിയിൽ വേണമെങ്കിൽ ഭരണഘടന മാറാം എന്ന് അദ്ദേഹം പറയുന്നു. ഇതിൽ നിന്ന് BJP എന്താണ് കാണുന്നത്? ഇത് ഒരു രാഷ്ട്രീയ ആയുധമായി എടുക്കാൻ കഴിയും എന്നതാണോ, അതോ അതിനപ്പുറത്തേക്ക് ഇത് ഒരു സാമൂഹ്യ അനീതിയാണ് എന്ന് കണ്ട് ശക്തമായി പോരാട്ടം നടത്തുകയാണ്? ശ്രീ സോമൻ. എനിക്കിതിനകത്തിൽ 3 കാര്യങ്ങൾ പറയാൻ ആണുള്ളത്. ഒന്ന്, ഇത് ഭരണഘടനയോടുള്ള ഒരു അവഹേളനമാണ്. ഭരണഘടനാ ശില്പികൾ സംവരണത്തെക്കുറിച്ച് വിഭാവനം ചെയ്തിട്ടുള്ളത് സാമൂഹ്യമായിട്ടുള്ള പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള പരിശ്രമത്തിന്റെ ഭാഗമായിട്ടുള്ള പദ്ധതി എന്ന നിലയിലാണ് ഭരണഘടനയിൽ സംവരണം പാലിക്കണം, സംവരണ തത്വം എഴുതി ചേർക്കപ്പെട്ടിട്ടുള്ളത്. അത് നമുക്കെല്ലാവർക്കും ബോധ്യമുള്ളതാണ്. നമ്മുടെ രാജ്യം അത് പിന്തുടരുന്നതാണ്. അത് കാലാകാലങ്ങളിൽ അതിന്റെ കാലാവധി പുതുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലവും നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുകയാണ്. ആ ഭരണഘടനയെ കാത്തുസൂക്ഷിക്കുന്നത് ഞങ്ങളാണ് അതിന്റെ കാവൽക്കാർ, ഞങ്ങളത് കാത്തുസൂക്ഷിക്കുമെന്ന് പറഞ്ഞ് ഒരു കയ്യിൽ ഭരണഘടനയും മറുകൈയിൽ ത്രിവർണ പതാകയുമായി നടക്കുന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് ഒരു സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയാധികാരം കിട്ടിയ സമയത്ത് അവിടെ ഞങ്ങൾ ഭരണഘടനയ്ക്കും അപ്പുറത്തേക്ക് ചില തീരുമാനങ്ങൾ എടുക്കും, ഭരണഘടനയെ മാറ്റി എഴുതാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഉണ്ടാക്കും എന്നെല്ലാം പറയുന്നത് നമ്മുടെ നാട്ടിൽ കർണാടകത്തിൽ നിലനിൽക്കുന്ന ഒരു സാമൂഹ്യ സമരസതയുണ്ട്, ഒരു സാമൂഹ്യ സമാധാനമുണ്ട്. അത് തകർത്തുകൊണ്ട് രാഷ്ട്രീയാധികാരത്തിൽ തുടരുന്നതിനും തങ്ങളുടെ വോട്ട് ബാങ്ക് വർദ്ധിപ്പിക്കുന്നതിനും ആവശ്യമായിട്ടുള്ള പരിശ്രമത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ഇത് ഭരണഘടനയെ അപമാനിക്കുന്നതാണ്, ഭരണഘടനാ ശില്പികളുടെ സങ്കല്പത്തെ പരിഹസിക്കുന്നതാണ്. ഞങ്ങളാണ് ഭരണഘടനയുടെ കാവൽക്കാർ എന്ന് പറയുന്നത് അവരവരുടെ കാപട്യം വിളിച്ചു പറയുകയാണ്. ഇവിടെ രണ്ടാമത്തെ കാര്യം, 4% സംവരണം ന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കുമെന്ന് പറയുമ്പോൾ ഇത് ആർക്കാണ് കൊടുക്കുന്നത്? 2 കോടിയിൽ താഴെയുള്ള കരാറുകൾക്ക് 4% സംവരണം കൊടുക്കുമെന്ന് പറയുകയാണ്. ഇസ്ലാമിക വിഭാഗത്തിലെ സാമൂഹ്യമായ സാമ്പത്തികമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കണമെന്നുള്ള ലക്ഷ്യമാണ് കോൺഗ്രസിന്റെ നേതാവ് DK ശിവകുമാറിന്റെ മനസ്സിലുള്ളതെങ്കിൽ എങ്ങനെയാണ് ഒരു സാധാരണ മുസ്ലിമിന്, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു മുസ്ലിം സഹോദരന് കർണാടകത്തിൽ 2 കോടി രൂപയിൽ താഴെയുള്ള ഒരു കരാർ എടുത്ത് അത് പൂർത്തീകരിക്കാനും അതിൽ നിന്ന് ലാഭം കൈവരിച്ചുകൊണ്ട് തങ്ങളുടെ സാമ്പത്തിക പുരോഗതി കൈവരിക്കാനായിട്ട് സാധിക്കുക എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാണ്. അതുകൊണ്ട് ഇതിപ്പോഴ് ഉണ്ടായിട്ടുള്ള ഒരു ചിന്തയല്ല. ഇത് പ്രധാനമന്ത്രിയായിരുന്ന ബഹുമാനനായ മൻമോഹൻ സിംഗിന്റെ ഒരു പ്രഖ്യാപിതമായിട്ടുള്ള പ്രസംഗം നമ്മുടെ എല്ലാവരുടെയും ചിന്തയിൽ ഈ സന്ദർഭത്തിൽ വരേണ്ടതാണ്. രാജ്യത്തെ വിഭവങ്ങളുടെ ഭൂരിപക്ഷം, അതിന്റെ അവകാശികൾ രാജ്യത്തെ ന്യൂനപക്ഷമാണ് എന്ന വളരെ വിവാദമായിട്ടുള്ള, ഒത്തിരി ചർച്ചകൾക്ക് വിധേയമായിട്ടുള്ള ബഹുമാനായ മുൻ പ്രധാനമന്ത്രി ശ്രീ മൻമോഹൻ സിംഗിന്റെ ഒരു പ്രസംഗവും പരാമർശവും ഉണ്ട്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എന്ന് അദ്ദേഹം പിന്നീട് അത് പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അല്ലേ, അദ്ദേഹം അങ്ങനെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നോക്കമായി സാമ്പത്തികമായി ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകളുടെ കാര്യമാണ് അദ്ദേഹം ഉന്നയിച്ചതെന്നാണ് അദ്ദേഹം പറഞ്ഞത്, അല്ലേ? തീർച്ചയായിട്ടും അത്തരം സാഹചര്യങ്ങളെ സംബന്ധിച്ച് നമ്മുടെ ബഹുമാനനായ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കോൺഗ്രസിന്റെ നേതാവുമായിരുന്ന ശ്രീ AK ആന്റണിയുടെ പരാമർശം നമുക്ക് മറക്കാൻ സാധിക്കുന്നതല്ലോ. ഇവിടെ സാമ്പത്തിക ഞാൻ ചോദിക്കുന്നത് അതിൽ ഈ മൻമോഹൻ സിംഗിന്റെ പരാമർശത്തിൽ അത്ര അപകടകരമായി എന്തുണ്ട്? നമുക്ക് വേണമെങ്കിൽ ആ പരാമർശം ഒന്ന് കേൾക്കാം. മൻമോഹൻ സിംഗിന്റെ ഒരു ബൈറ്റ് ഞാൻ അന്ന് അദ്ദേഹം പറഞ്ഞത് പിന്നീട് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഇത് അങ്ങ് ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന്. ആ ബൈറ്റ് ഒന്ന് നമുക്ക് കേൾക്കാം. അപ്പോൾ അത് കുറെ കൂടി ആ തർക്കത്തിനൊരു രൂപം കിട്ടും. മൻമോഹൻ സിംഗ് I said minorities, particularly the Muslim minorities, if they are poor, they have prior claims on the resources of the country. I used the word all for all minorities, and I added for mayor
particularly Muslim minorities, if they are poor, they have a prior right on the resources of the country. I stand by that. ശ്രീ കെ സോമൻ, അതിലെന്താണ് തെറ്റ്? പാവപ്പെട്ട ആളുകൾ മൈനോറിറ്റിയിലാണെങ്കിൽ അവർക്ക് ഈ രാജ്യത്തിൻ്റെ വിഭവങ്ങളിൽ ആദ്യം കിട്ടണം. അത് മൈനോറിറ്റി ആണെങ്കിലും അല്ലാത്തവരാണെങ്കിലും കിട്ടണം, അല്ലേ? അല്ല, കോൺഗ്രസിന്റെ നയത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രതികരണമാണല്ലോ ബഹുമാന്യനായ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അത് ഈ രാജ്യം എങ്ങനെ സ്വീകരിച്ചു എന്നും ആ പ്രതികരണത്തോടെ രാജ്യം എങ്ങനെയാണ് പ്രതികരിച്ചതെന്നും ഒക്കെ നമ്മുടെ നാട് കണ്ടു കഴിഞ്ഞ പശ്ചാത്തലത്തിലാണല്ലോ ഈ വിഷയം ഇപ്പോൾ കർണാടകത്തിന്റെ ഉപമുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇവിടെ സാമ്പത്തിക പിന്നോക്കാവസ്ഥ പരിഹരിക്കാനാണോ? അതിന് സാമ്പത്തികമായിട്ടുള്ള പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടി 4% സംവരണം 2 കോടിയിൽ താഴെയുള്ള കരാറുകൾ കൊടുത്താൽ ഈ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കർണാടകത്തിലെ ഇസ്ലാമിക വിഭാഗത്തിൽപ്പെട്ട സഹോദരന്മാർക്ക് എങ്ങനെയാണ് ഈ കരാർ ഏറ്റെടുത്ത് നടത്താൻ സാധിക്കുക? ഈ സംവരണത്തിന്റെ മറവിൽ ഇസ്ലാമിക വിഭാഗത്തിലെ സമ്പന്നന്മാർക്ക് ചില സഹായങ്ങൾ സർക്കാർ ചെയ്തു കൊടുത്തുകൊണ്ട് രാഷ്ട്രീയ അധികാരം നിലനിർത്താനും കൂടുതൽ വോട്ടുകൾ നേടുന്നതിനു വേണ്ടി രാജ്യത്ത് നിലനിൽക്കുന്ന ഭരണഘടനാ സംവിധാനത്തെ പരിഹസിക്കുന്നു, അതിന്റെ അന്തസ്സത്തെ അട്ടിമറിക്കുന്നു, ഭരണഘടനാ സങ്കല്പത്തെ വെല്ലുവിളിക്കുന്നു. ഞാൻ അങ്ങേലേക്ക് മടങ്ങി വരാം. എനിക്ക് ചെറിയ ഇടവേള അനിവാര്യമായത് കൊണ്ടാണ് ഞാനൊരു ചെറിയ ഇടവേള എടുത്തിട്ട് ഞാൻ മറ്റ് 2 അതിഥികളിലേക്കും കൂടി വരാം. ഷോർട്ട് ബ്രേക്ക്, ചെറിയ ഇടവേള.